ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 13. ഉദ്ധവൻ്റെ വ്രജാഗമനം. ശ്രീകൃഷ്ണൻ മധുരാപുരിയിൽ താമസിക്കുന്ന കാലത്തെ ഒരു ദിവസം ഗോകുലത്തെയും ഗോപികമാരെയും പറ്റി ഓർമ്മ വരികയാണ്. ഭഗവാൻ രഹസ്യമായി ഉദ്ധവനെ വിളിച്ചു വരുത്തി ഉദ്ധവരോട് വേഗത്തിൽ ഗോകുലത്തിൽ പോയി നന്ദഗോപനും യശോദാമ്മയ്ക്കും രാധയ്ക്കും ചങ്ങാതിമാരായ ഗോപബാലന്മാർക്കും ഗോപികമാർക്കും താൻ തരുന്ന ഒരു കത്ത് കൊടുത്ത് വരാൻ നിർദ്ദേശിച്ചു ഉദ്ധവരെടുത്ത്. കൂടാതെ തന്നെ ഓർത്ത് കഴിയുന്ന ആ മാതാപിതാക്കന്മാരുടെ വിശേഷങ്ങൾ പറയണം. തൻ്റെ വിയോഗത്താൽ ദുഃഖിച്ച് കഴിയുന്ന രാധാറാണിയെ സമാധാനിപ്പിക്കണം. സുദാമാവ് മുതലായ ചങ്ങാതിമാരോട് താൻ അധികം വൈകാതെ തന്നെ അവിടെ എത്തുമെന്ന് പറയണം. വിരഹിണികളായി കഴിയുന്ന ഗോപികമാരെയും നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. താൻ വരുമ്പോൾ കൊണ്ടുവന്ന തേരിൽ അതേ സാരഥിയുമായി തൻ്റെ വേഷവിധാനങ്ങളോടെ ഓടക്കുഴലും കാലിക്കോലുമായി പോകണമെന്നും ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു. അതായത് കൃഷ്ണനെപ്പോലെ വേഷങ്ങൾ അണിഞ്ഞ് കൃഷ്ണൻ്റെ ഓടക്കുഴലും കാലിക്കോലും അങ്ങനെ കൃഷ്ണൻ്റെ പോലെ വേഷം കെട്ടിയിട്ട് വേണം വൃന്ദാവനത്തിലേക്ക് ചെല്ലാനായിട്ട്. അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരെടുത്ത് പറഞ്ഞത്. ഒട്ടും താമസിയാതെ ഉദ്ധവർ ഭഗവാൻ നിർദ്ദേശിച്ച പോലെ തന്നെ വേഷമൊക്കെ ധരിച്ച് തേരിൽ കയറി വ്രജഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം വഴിയിൽ അലങ്കരിക്കപ്പെട്ട പല വിധത്തിലുള്ള പശുക്കളെയും കാളകളെയും കണ്ടു. ദൂരത്ത് നിന്നു തന്നെ ഭഗവാന്റെ രഥവും ഭഗവാന്റെ വേഷത്തിലുള്ള ഉദ്ധവരെയും കണ്ടിട്ട് ഗോകുലവാസികൾ ഭഗവാൻ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണോ എന്ന് ശങ്കിച്ചു. അപ്പോൾ ഉദ്ധവർ ഇറങ്ങിച്ചെന്ന് അവരെ സമീപിച്ചപ്പോൾ അത് കൃഷ്ണനല്ലെന്നും കൃഷ്ണൻ്റെ രൂപത്തിലുള്ള വേറൊരാളാണെന്നും പറയുമ്പോഴേക്കും ഉദ്ധവർ അവരെ നമസ്കരിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീദാമാവിൻ്റെ കയ്യിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്തുവിട്ട ആ കത്ത് കൊടുത്തിട്ട് അടുത്ത ദിവസം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. ആ കത്ത് വായിച്ച ശേഷം സുദാമാവും ഗോപന്മാരും കൃഷ്ണൻ ഇല്ലാത്തതിനാൽ തങ്ങളുടെ ജീവിതം തന്നെ വെറുതെ ആയിരിക്കുകയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചു. കൃഷ്ണൻ ഇല്ലാത്തത് കൊണ്ട് തങ്ങൾക്ക് ഓരോ നിമിഷവും ഓരോ യുഗം പോലെയും ഓരോ സമയം മന്വന്തരം പോലെയും ഓരോ യാമവും ഓരോ കൽപ്പം പോലെയും ഓരോ ദിവസവും ഓരോ ദിപരാർത്ഥം പോലെയും അങ്ങനെ അത്രയും വിഷമത്തോടു കൂടെ സങ്കടത്തോടു കൂടെയാണ് അവരവിടെ കഴിയുന്നത്. അവരുടെ ആ അനുഭവം അവർ ഓർത്തു പറയുകയാണ് ഉദ്ധവരെടുത്ത്. ഭഗവാനെ തങ്ങൾക്ക് മറക്കാൻ കഴിയില്ലെന്നും എന്തെങ്കിലും അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ തന്നെയാണെന്നും പറഞ്ഞു ഗോപാലന്മാർ. സുദാമാവ് ഉദ്ധവരെടുത്ത് പറയുകയാണ്. ഹരേ കൃഷ്ണ.